എന്താണെന്റെ സത്യം പറ. അയാളെന്റെ ഏട്ടനാ കുക്കി. എന്നിട്ടാണോടി അയാളെന്റെ. ഞാനിനി ജീവിക്കത്തില്ല, എനിക്ക് ജീവിക്കണ്ട. നീ എന്താ പറയുന്ന? നിനക്ക് എന്താ പറയുന്ന വല്ല ബോധമുണ്ടോ? എന്തായിട്ടോ പറയണ്ട, എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ അയാള്. കുക്കി സോറിടാ. നീ എന്തിനാ സോറി പറയുന്നു? നിന്റെ ആ ചേട്ടനല്ലേ ആ പരമദ്രോഹി? അവനല്ലേ എന്റെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ച്. കുഴപ്പമില്ല, ഇതായിരിക്കും ചിലപ്പോ എന്റെ ജീവിതത്തിൽ പറഞ്ഞേക്കുന്നത്. എനിക്ക് വിഷമമില്ല. എന്റെ സങ്കടമില്ലെന്നോ? ഏട്ടാ, ഇവിടെ നിന്നൊരു സീൻ ഉണ്ടാക്കരുത് പ്ലീസ്. എനിക്ക് വയ്യ, ഇവിടെ മാറിക്കിടാം പ്ലീസ്. നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം പ്ലീസ്. ഏട്ടാ, അവിടെ നിന്ന് എന്താ വേണ്ടേ? വേഗം പറ, എനിക്ക് പോയിട്ട് ഒരു പണിയുണ്ട്. ഓ, എന്താ നിങ്ങളുടെ ജോലി? അയ്യോ സോറി, ഞാൻ മറന്നുപോയി. കണ്ട പെൺപിള്ളേരുടെ ജീവിതം നശിപ്പിക്കലല്ലേ നിങ്ങളാ ജിയോണേനെ? എന്ത് നിർത്താൻ? മോള് പറ. മമ്മി, ഇയാളുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചിനെ മതി. നീ എന്താ പറയാൻ പോലെന്ന് എനിക്ക് മനസ്സിലായി. ഇതെന്താ പറയാ, ജീനി ഒരെണ്ണം വീക്കിട്ട് പൊട്ടിച്ചു. നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോ. എന്താ പറയുന്നോ? പിന്നെ ഈ സോറി എന്നോടല്ല വേണ്ടത്, അവളോടാ. നീ അവളെ കെട്ടണം. പറ്റില്ല. നിനക്ക് ഇതൊക്കെ കാണിക്കാലോ, പിന്നെന്താടാ അത് ചെയ്താ? ഞാൻ ഒരു വട്ടം പറഞ്ഞു പറ്റില്ലെന്ന്, ഇനി അത് തന്നെ ആയിരിക്കും. അതും പറഞ്ഞ വിദേശത്തിൽ നീന്റെ റൂമിലോട്ട് പോയി. ഈ കാരണോടി എന്റെ അമ്മയുടെ എനിക്ക് ആദ്യമായി അടി കിട്ടിയത്. ഇതിനുള്ള റിവെഞ്ച് ഞാൻ ഉറപ്പായി എടുത്തിരിക്കും. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് ചെയ്യുമെന്ന്. അതെനിക്കറിയാം നീ പറഞ്ഞത് ചെയ്യുമെന്ന്. പക്ഷെ എന്റെ അനിയത്തിയെ തൊട്ട് കളിക്കണ്ടായിരുന്നു. നമ്മളെ രണ്ടുള്ള കാര്യം എന്തിനാണ് അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? എന്തായാലും എന്റെ അനിയത്തിനെ ചെയ്തില്ലേ, അതേപോലെ ഞാൻ നിന്റെ അനിയത്തിയും ചെയ്യും. നീ ഓർത്തു. അങ്ങനെ സംഭവിച്ച നിന്നെ തീർക്കുന്ന കൂടെ നിന്റെ അനിയത്തിയും. ഓക്കെ, നമുക്ക് കാണാം.